ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് കുവൈറ്റ് സാൽമയിലുള്ള സയൻറ്റിഫിക് സെൻ്ററിലാണ്. അപ്പോൾ എൻ്റെ റൂം ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ഓഫ് ആയതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ. അപ്പോൾ നമ്മൾ എൻട്രൻസ് കഴിഞ്ഞ് കയറി വന്നു. അപ്പോൾ ഇവിടെ കാണുന്നത് കൊത്ത കാർ പാർക്കിങ്ങും അതേപോലെ ഇലക്ട്രിക് ചാർജ് ചെയ്യാനുള്ള സ്റ്റേഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെയാണ് സയൻറ്റിഫിക് സെൻറ്റർ വരുന്നത്. പിന്നെ ആ ഒരു സൈഡ് വരുന്നത് പിന്നെ ബീച്ചിൻ്റെ സൈഡാണ്. ഏതായാലും ആ ബീച്ചിൻ്റെ സൈഡിലോട്ട് ആദ്യമേ ഒന്ന് ചെന്ന് നോക്കിയിട്ട് പോകാമെന്ന് വെച്ചു. അങ്ങനെ നമ്മൾ ഈ ബീച്ചിൻ്റെ സൈഡിലോട്ട് ഇപ്പോൾ വന്നു. അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു വ്യൂ അടിപൊളിയാണ്. ആ കാണുന്നത് കുവൈറ്റ് സിറ്റിയാണ് ആ കാണുന്നത്. അപ്പോൾ നമുക്കൊരു നല്ല വ്യൂ തന്നെ ഇവിടുന്ന് നമുക്ക് കിട്ടും. ഈ ഒരു സൈഡ് മൊത്തം ബീച്ചിൻ്റെ ഏരിയ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഈന്തപ്പനകളൊക്കെ ഇവിടെ ഇവർ നട്ടു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് റെൻറ്റിനെടുക്കാൻ പറ്റുന്ന സൈക്കിളുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വന്നത് ആ വഴിയാണ്. അവിടെയാണ് കാറിൻ്റെയൊക്കെ ചാർജ് സ്റ്റേഷനൊക്കെ കൊടുത്തേക്കുന്നത്. പിന്നെ ഈ ഒരു സമയത്ത് ഇപ്പോൾ സമയം ഒരു 3 മണിയായിട്ടേ ഉള്ളൂ. അത്യാവശ്യം നല്ല വെയിലുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെളിയിലൊന്നും നമുക്കിവിടെ നിന്ന് ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു മാസത്തിൽ അത്യാവശ്യം നല്ല ചൂടുകളുള്ളതുകൊണ്ട് നമുക്ക് വെളിയിലൊന്നും നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ ഒരു വൈകുന്നേരമൊക്കെ വരുവാണെങ്കിൽ ഈ സൈഡിലൊക്കെ നമുക്ക്, അതായത് ഈ ഈന്തപ്പനയുടെയൊക്കെ ചോട്ടി വന്ന് നമുക്കിരുന്ന് നല്ലൊരു വ്യൂ ഒക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ഇവിടെ ഒരു ആക്ടിവിറ്റി കണ്ടതാണ്. അപ്പോഴത്തേക്ക് ഇവിടെ രണ്ടൊരു റോപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും 2 ബോൾസ് കൂട്ടിമുട്ടിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഇനി അത് ട്രൈ ചെയ്ത് തല വീണല്ലോ എന്ന് ഓർത്തുകൊണ്ട് അവിടെ നിന്ന് തന്നെ പോകുന്നു. ഏതായാലും ഇവിടെ വന്നിട്ട് കുറച്ച് നേരം ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. ഫോട്ടോയൊക്കെ എടുത്ത് നടക്കണം. ഇതുവരെയായിട്ടും വന്നിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂറായി. ഇതുവരെ ഇതിൻ്റെ അകത്തോട്ട് കയറിയിട്ടില്ല. ഇവിടെയാണ് മെയിൻ എൻട്രൻസ് വരുന്നത്. ഇവിടെല്ലാം കാർ പാർക്കിംഗ് ആണ് വരുന്നത്. അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ എൻട്രൻസിലോട്ട് ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നത്. ഏതായാലും ചെന്ന് നോക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ്. അപ്പോൾ ഇതിനകത്തുള്ളതിനെ കുറിച്ചൊക്കെ ഇവിടെ ഇവർ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വെളിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്നാണ് കയറി വന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഷൂട്ട് ചെയ്തില്ല. അവിടെ ഫാമിലിയൊക്കെ ആയിട്ടിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. നമ്മൾ അവർക്ക് പ്രൈവസി കൊടുത്തതാണ്. അങ്ങനെ ഇങ്ങോട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ ഒരു ബോർഡ് കണ്ടു. അക്വേറിയമൊക്കെ ആ സൈഡിലോട്ടാണ്. ഇവിടെ ഒരു ബോർഡ് കണ്ടു. അപ്പോൾ അങ്ങനെ ഏതായാലും ഇതിൻ്റെ അകത്ത് വന്നു. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ള സ്ഥലമൊന്നും ആയിട്ടില്ല. അപ്പോൾ ഒരു ഐഡിയ ഇല്ലാതാണ് ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുന്നത്. ഏകദേശം ഒരു അരമണിക്കൂറായിട്ടുള്ളൂ ഇങ്ങോട്ട് വന്നിട്ട്. പോകുന്ന വഴി വരെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്താണ് പോകുന്നത്. അതുകൊണ്ട് കുറച്ച് താമസിച്ചാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ കണ്ടതാണ്. ഇത് ഓൾഡ് കുവൈറ്റ് സിറ്റിയുടെ ഒരു ഭൂപടമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഇവിടെ ഓൺലൈനായിട്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത്. അപ്പോഴത്തേക്ക് കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉള്ളത് വെച്ച് മൊത്തം ഒരാൾക്ക് 6 KD ടിക്കറ്റിന് റേറ്റ് വരുന്നത്. സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് അക്വേറിയം ഉണ്ട്, പിന്നെ ഐമാക്സ്, സയൻറ്റിഫിക് ഗാലറി, അഡ്വഞ്ചർ, പിന്നെ ദ പവർ ഓഫ് പ്ലേ, അതെന്താണെന്ന് മനസ്സിലായില്ല, പിന്നെ വേൾഡ് ഓഫ് സയൻസ്. ഇത്തരം ആക്ടിവിറ്റീസാണ് നമുക്ക് 6 KDക്ക് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ കാണുന്ന ഒരു ബാർകോഡുണ്ട്. അപ്പോൾ അത് നമ്മൾ സ്കാൻ ചെയ്തിട്ട് വേണം നമ്മൾ മൊബൈലിൽ ഇപ്പോൾ നമുക്ക് ഏതൊക്കെ ആക്ടിവിറ്റീസ് വേണ്ടതെന്ന് നമ്മൾ അടിച്ചു കൊടുക്കണം. അപ്പോൾ ഇവനിവിടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ ആയതേക്കുന്നത് 12 KD ചാർജ് വന്നേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 12 KD കൊടുത്തത് ഇവിടെ 2 ടിക്കറ്റ് ഓൺലൈനിൽ എടുത്തിട്ടുണ്ട്. അപ്പം അവിടെ കാണിച്ചിരിക്കുന്ന പോലെയുള്ള ആക്ടിവിറ്റീസാണ് ഇവിടത്തേക്കും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് പോയി നോക്കാം. അങ്ങനെ നമ്മൾ അക്വേറിയത്തിൻ്റെ അകത്തോട്ട് നമ്മുടെ ബാർകോഡ് സ്കാൻ ചെയ്ത് കയറി. അപ്പോൾ ഇവിടെ വരുന്ന കാഴ്ചകൾ ഇതുപോലെയൊക്കെയാണ്. ഇതൊക്കെ ഓരോന്നിൻ്റെ ഷെല്ലുകളൊക്കെയാണ്, ഓരോ ഫിഷുകളുടെയൊക്കെ.
ഞാൻ ഇതുപോലെ നേരത്തെ ഒന്ന് കണ്ടിട്ടുണ്ട്. ഇതൊരു ഫോട്ടോ സ്റ്റുഡിയോ ആണ്. അപ്പോൾ ഇവിടെ പൈസ കൊടുക്കണമെന്നൊന്നും അറിയത്തില്ല. ഏതായാലും നമുക്ക് കയറി നോക്കാം. ഓക്കെ, ഇവിടെ ഒരു പ്രൈവസിക്കൊരു കർട്ടൻ ഇവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൊടുത്തിട്ട് അത് അടച്ചിട്ട് നമുക്ക് ഇവിടെ കേനറ്റ് വെച്ച് പേ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യമേ വന്നത് നമുക്ക് ഏത് ഡിസൈനാണ് വേണ്ടതെന്നാണ് ഇവർ ചോദിച്ചേക്കുന്നത്. ഇപ്പം ഈ ഒരു ഡിസൈൻ കൊടുക്കാം. അപ്പോൾ 1/2 KD ആണ് ഇവർ പേയ്മെൻറ്റ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവർ ക്യാമറ ഇവിടെ ഉപയോഗിക്കുന്നത് ഇതിനകത്തൊരു DSLRൻ്റെ ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇത് വേണോ വേണ്ടതെന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അല്ലാതെ തന്നെ ഇഷ്ടംപോലെ ഫോട്ടോ എടുത്ത് കൂട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ഫോട്ടോ കൂടെ വേണമെന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഏതായാലും വേണ്ടെന്ന് വെച്ച്. പിന്നെ ഇവിടെ ഒരു എസ്കലേറ്റർ കണ്ടു. അപ്പം അതിൽ കയറി പോകാൻ. അപ്പോൾ അവിടെ നിന്നുള്ള വ്യൂ ഇതുപോലെയാണ്. അപ്പോൾ നമ്മളൊരു തുരങ്കത്തിൽ കൂടെ പോകുന്ന ഒരു വ്യൂ ആണ് ഇവിടെ നിന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് ജീവികളെ വെച്ചിട്ടുണ്ട് ഒരു തുരങ്കത്തിൽ. അപ്പോൾ ഇതിനെ കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ്. പക്ഷേ ഈ സൈഡിൽ വെച്ച് കണ്ടുപിടിച്ച് നമ്മളെ കണ്ടിട്ട് അതിനെ പേടിച്ച് അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വേറൊരു സ്ഥലത്തോട്ട് പോവുകയാണ്. അപ്പം ഇവിടെ വന്നപ്പോൾ വേറൊരു ജീവിയെ കണ്ടു. നിലയെന്നാണ് ഇതിൻ്റെ കോമൺ നെയിം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഈ ഒരു ജീവിയെ നമുക്കിവിടെ കാണാൻ പറ്റും. വോൾഫ്സ് ആണിത്. അപ്പോൾ അതവിടെ ഇരുന്ന് ഉറങ്ങുവാന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ചുകൂടെ നടന്ന് വന്നപ്പോൾ കണ്ടതാണ് ഇത് ആമ. ഇവിടെ ഒരു ആമ കിടപ്പുണ്ട് ഈ സൈഡിൽ. പിന്നെ ഇത് കൂടെ വന്നവനെ വീട്ടിൽ വിളിച്ചിട്ട് വീഡിയോ കോളൊക്കെ വിളിച്ച് അവരെ കാണിച്ചു കൊടുക്കുകയാണ് ഇതൊക്കെ.